നാരായണ നാരായണോ. അല്ല, ഇത് ശങ്കരൻ ചേട്ടനാണല്ലോ. എന്താ പിന്നെ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? തന്നെ ഒന്ന് കാണാൻ വന്നതാ. സ്വാമി ശരണം, അയ്യപ്പ ശരണം. എന്താ വിശേഷം ശങ്കരൻ ചേട്ടാ? ഇന്ന് എനിക്ക് കാലത്ത് എണീറ്റപ്പോൾ തൊട്ട് തീരെ വയ്യ. ദേഹമൊക്കെ ഒരു വല്ലാത്ത വേദന. ആശുപത്രി പോകാൻ ഒരു 5 റുപ്യ എനിക്ക് തരണം. കിട്ടുമ്പോൾ തിരിച്ചു തരാം. എൻ്റെ കയ്യിൽ തരാൻ ഇപ്പം ഒന്നുമില്ലല്ലോ ശങ്കരൻ ചേട്ടാ. ആ, ഞാൻ പോയിട്ട് പിന്നെ വരാം. സ്വാമി ശരണം, അയ്യപ്പ ശരണം. അങ്ങനെ അങ്ങ് പോകല്ലേ, ഇങ്ങോട്ട് ഇരിക്കൂ ശങ്കരൻ ചേട്ടാ. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പഴയ കാലത്തൊക്കെ ഇമ്മണി പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞു. പിന്നെ ഇപ്പോൾ വയ്യാണ്ടുമായില്ലേ. ചെനപ്പന്മാരായിട്ട് കണിയാമ്പാറയിൽ വന്നവരാ ഞങ്ങൾ. ഇവിടെ വന്ന കൂലിയൊക്കെ അങ്ങോട്ട് നികത്തിയെടുത്ത് അവിടെ ഒരു വീടും വെച്ചു. ആ, അതൊക്കെ ഒരു പഴയ കാലം. സ്വാമി ശരണം, അയ്യപ്പ ശരണം. നാരായണൻ ചേട്ടാ, എൻ്റെ ഷർട്ട് തയ്ച്ച് കഴിഞ്ഞോ? ആ, കഴിഞ്ഞല്ലോ. എന്താ ഇന്നലെ വരാഞ്ഞേ? ഇന്നലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വളരെ വൈകി, അതുകൊണ്ടാ വരാഞ്ഞത്. ഇതിന് തയ്യൽ കൂലി എത്രയായി ചേട്ടാ? അതിനെന്താ, ഒരു 10 രൂപ ഇങ്ങ് തന്നേര്. ഞാൻ പറഞ്ഞില്ലേ ശങ്കരൻ ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി നമുക്കുണ്ടാവുമെന്ന്. ഇതങ്ങ് വച്ചോളൂ. ഇത് കൂടുതലുണ്ടല്ലോ, ഇത്രയും വേണ്ടായിരുന്നു. സ്വാമി ശരണം, അയ്യപ്പ ശരണം. അതിരിക്കട്ടെ ശങ്കരൻ ചേട്ടാ, ഇനി വേറെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? ആ, എന്നാ ശരി, അങ്ങനെയാവട്ടെ. സ്വാമി ശരണം, അയ്യപ്പ ശരണം. അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് ഇരിക്കൂ പ്രഭാകര. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നല്ലോ നാരായണൻ ചേട്ടാ. അത് സാരമില്ല പ്രഭാകര, കുറച്ചു നേരം ഇരുന്നിട്ട് പോകാം. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. അല്ല, ഇത് വേലായുധനാണല്ലോ. ഇങ്ങോട്ട് ഇരിക്കൂ വേലായുധ. കണ്ടിട്ട് കുറെ നാളായല്ലോ. ഞാൻ കുറച്ച് നാളായി വയനാട്ടിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നാരായണൻ ചേട്ടനെ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് കരുതി വന്നതാ. ഇനി എന്നാ തിരിച്ചു പോണത്? ഉടനെയൊന്നും പോണില്ല. ഇവിടെ എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് നോക്കണം. മൈക്കുണ്ടല്ലോ കയ്യിൽ. വേലായുധൻ പാട്ടൊക്കെ പാടുമോ? അങ്ങനെയൊന്നുമില്ല, പിന്നെ ഇടയ്ക്കൊക്കെ പാടാറുണ്ട്. എന്നാൽ ഒരു പാട്ട് പാടൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. എന്നാൽ ശരി, ഞാനൊരു പാട്ട് പാടാം. കൊച്ചമ്മാവൻ തയ്യൽ മെഷീൻ കൊണ്ടുവന്നു, തുന്നിക്കുട്ടി ഒരു ടീഷർട്ട് എനിക്കു തന്നു.
അണിഞ്ഞിന്നു ഞാനൊരു സുന്ദരനായി, ഓടിച്ചെന്ന് ഒരു മുത്തം ഞാൻ കൊടുത്തു, ഓടിച്ചെന്ന് ഒരു മുത്തം ഞാൻ കൊടുത്തു. കൊച്ചമ്മാവൻ തയ്യൽ മെഷീൻ കൊണ്ടുവന്നു, തുന്നിക്കൂട്ടി ഒരു ടീഷർട്ട് എനിക്കു തന്നു. അണിഞ്ഞിന്നു ഞാനൊരു സുന്ദരനായി, ഓടിച്ചെന്ന് ഒരു മുത്തം ഞാൻ കൊടുത്തു, ഓടിച്ചെന്ന് ഒരു മുത്തം ഞാൻ കൊടുത്തു. തേന്മാവിൻ ചോട്ടിലെ ചെമ്പകപ്പൂക്കളൻ ചുണ്ടിലെ രോമാഞ്ച ബാഷ്പമായി. തേന്മാവിൻ ചോട്ടിലെ ചെമ്പകപ്പൂക്കളൻ ചുണ്ടിലെ രോമാഞ്ച ബാഷ്പമായി. നിർവൃതിതൻ പാനപാത്രമൊരുക്കി വച്ചു, നിർവൃതിതൻ പാനപാത്രമൊരുക്കി വച്ചു. അതിൽ മുന്തിരിച്ചാറൊഴിച്ചു ഞാൻ തപസിരുന്നു, തപസിരുന്നു. കൊച്ചമ്മാവൻ തയ്യൽ മെഷീൻ കൊണ്ടുവന്നു, തുന്നിക്കൂട്ടി ഒരു ടീഷർട്ട് എനിക്കു തന്നു. അണിഞ്ഞിന്നു ഞാനൊരു സുന്ദരനായി, ഓടിച്ചെന്ന് ഒരു മുത്തം ഞാൻ കൊടുത്തു, ഓടിച്ചെന്ന് ഒരു മുത്തം ഞാൻ കൊടുത്തു. കുങ്കുമപ്പൂക്കളാലൻ തങ്കക്കിനാക്കളിൽ തളിർമെത്തയൊരുക്കി ഞാൻ തപസിരുന്നു. കുങ്കുമപ്പൂക്കളാലൻ തങ്കക്കിനാക്കളിൽ തളിർമെത്തയൊരുക്കി ഞാൻ തപസിരുന്നു. ദൂതർ വന്നു കാതിലൊരു കഥ പറഞ്ഞു, ദൂതർ വന്നു കാതിലൊരു കഥ പറഞ്ഞു. കഥ കേട്ടു ഞാനാകെ കോരിത്തരിച്ചു, കോരിത്തരിച്ചു. കൊച്ചമ്മാവൻ തയ്യൽ മെഷീൻ കൊണ്ടുവന്നു, തുന്നിക്കൂട്ടി ഒരു ടീഷർട്ട് എനിക്കു തന്നു. അണിഞ്ഞിന്നു ഞാനൊരു സുന്ദരനായി, ഓടിച്ചെന്ന് ഒരു മുത്തം ഞാൻ കൊടുത്തു, ഓടിച്ചെന്ന് ഒരു മുത്തം ഞാൻ കൊടുത്തു. പാട്ട് അടിപൊളിയായിട്ടോ. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കുട്ടിക്കാലത്ത് തപ്പും കൊട്ടി നല്ല ഒന്നാന്തരം പാട്ടൊക്കെ ഞാനും പാടുമായിരുന്നു. അന്നൊക്കെ മുറ്റം നിറയെ ആൾക്കാരായിരുന്നു. ആ ഇപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയി. സ്വാമി ശരണം, അയ്യപ്പ ശരണം. എന്നാ ഞാൻ പോകട്ടെ നാരായണൻ ചേട്ടാ, ഇനി എപ്പോഴെങ്കിലും വരാം. എന്നാൽ ശരി വേലായുധാ, നമുക്കിനി എന്നെങ്കിലും കാണാം. എന്നാൽ അങ്ങനെ ആവട്ടെ. സാമ്പാർ കഷ്ണം ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. എത്ര ഉറുപ്പ്യക്കാ? ഒരു 10 ഉറുപ്പ്യക്ക് എടുത്തു. പിന്നെ എന്താ വേണ്ടേ? 1/2 കിലോ കൈപ്പയ്ക്ക. വേറെ എന്തൊക്കെയാ? നാളികേരം ഉണ്ടോ? ഉണ്ടല്ലോ. പിന്നെ എന്താ? 2 നാളികേരം, 100 പച്ചമുളക്, 50 ഇഞ്ചി, 1/2 കിലോ തക്കാളി. ഇനി വേറെ വല്ലതും ഉണ്ടോ? 1/2 കിലോ നേന്ത്രപ്പഴം കൂടെ തന്നേര്. സായിബ് ഇതൊന്നു കൂട്ടിയേ. ആ പറഞ്ഞോ. 10 ഉറുപ്പ്യ സാമ്പാർ കഷ്ണം, 10 രൂപ സാമ്പാർ കഷ്ണം, 1/2 കിലോ കൈപ്പയ്ക്ക, 1/2 കിലോ കൈപ്പക്ക, 2 നാളികേരം, 2 നാളികേരം,
100 പച്ചമുളക് 100 പച്ചമുളക് 50 ഇഞ്ചി 50 ഇഞ്ചി 1/2 കിലോ തക്കാളി 1/2 കിലോ തക്കാളി 1/2 കിലോ നേന്ത്രപ്പഴം 1/2 കിലോ നേന്ത്രപ്പഴം 1 2 3 4 7 കൂട്ടം 1 2 3 4 7 കൂട്ടം രാമൻ്റെ 78 ഉറുപ്പ്യ. എന്താ പിന്നെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കണം. സായിബ് ഇതൊന്നു കൂട്ടിയേ. പറഞ്ഞോ. കാലണ കടുക് 8 മിളക് 8 മിളക് 6 മല്ലി 6 മല്ലി 100 ജീരകം 100 ജീരകം 1 കിലോ തരി 1 കിലോ തരി 1 കിലോ കൈപ്പക്ക 1 കിലോ കൈപ്പക്ക 1 കിലോ കോവക്ക 1 കിലോ കോവയ്ക്ക 100 ചായ 100 ചായ 1 കിലോ കടല 1 കിലോ കടല 2 റാത്തൽ അരി 2 റാത്തൽ അരി 1 2 3 4 10 കൂട്ടം 1 2 3 10 കൂട്ടം. അപ്പോൾ ഒരു 32 ഉറുപ്പ്യ. ഇൻഷാ അല്ലാ ഇത് കൂടുതലുണ്ടല്ലോ. ബാക്കി ഇപ്പം തരാം. അപ്പോൾ മോക്കളുടെ അസുഖമൊക്കെ മാറിയോ? ഇപ്പോൾ വളരെ കുറവുണ്ട് സാഹിബ്. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. സാഹിബേ, കുറച്ച് സാധനങ്ങൾ കടന്നളവ് കാശ് പിന്നെ തരാം. അത് സാരമില്ല ബീവി, സാധനങ്ങൾ വാങ്ങിച്ചോളൂ. മോളിങ്ങ് വന്നേ. ഇത് വെച്ചോ. മോളുടെ പേരെന്താ? മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. മോൾ മിടിക്കുകയാണ് കേട്ടോ. എന്നാ പോയി വാ. വാ മോളെ, നമുക്ക് പോവാം. തങ്കപ്പ, എന്താ തങ്കപ്പ ഇപ്പം ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ? പണിയൊന്നുമില്ല സാഹിബ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. അതൊന്നും സാരമില്ല തങ്കപ്പ. ഇത് കൊണ്ടുപോയി എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് വാ. സാഹിബിനെ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ഒരു കടമയല്ലേ തങ്കപ്പ? പോയി കഴിച്ചിട്ട് വാ. നമ്മുടെ സാധനങ്ങളൊക്കെ തീരാറായോ ഷമീറെ? കുറച്ചൊക്കെ തീരാറായി സാഹിബേ. അപ്പോൾ നാളെ ചന്തയ്ക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാം. എന്നാ ശരി സാഹിബേ.